പലരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നു. എന്നാൽ പഴി എനിക്കും മറ്റൊരു നടനും മാത്രമാണ്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞ വാക്കുകളാണിത്. ഷൈനിന്റെ വാക്കുകൾ സത്യമാണോ? പറഞ്ഞു കേൾക്കും പോലെ ഷൈനും ശ്രീനാഥ് ഭാസിയും അല്ലാതെ ഇക്കാര്യത്തിൽ നമ്മളറിയാത്ത മറ്റ് വില്ലന്മാർ വേറെയുമുണ്ടോ? ഒപ്പം ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് മുതൽ പറഞ്ഞു കേൾക്കുന്ന സജീർ ആരാണ്? കുപ്രസിദ്ധ ഡ്രഗ് ഡീലറാണെന്ന് പോലീസ് പറയുന്ന സജീർ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? കാണാം പോലീസ് പെട്രോൾ. സ്വാഗതം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന നടൻ ഷൈൻ ടോം ചാക്കോ. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് പതിയെ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. നിലവിലുള്ള മൊഴി വിശദമായി പരിശോധിക്കും. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം പുതിയ തീയതി നടനെ അറിയിക്കും. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ നടനെതിരെ കൂടുതൽ വകുപ്പ് ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം ലഹരിക്കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു കഴിഞ്ഞു. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമെന്നുമാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. തനിക്ക് ലഹരി നൽകുന്നത് സിനിമാ രംഗത്തെ അസിസ്റ്റന്റുമാരാണെന്നും അതിന് അവർക്ക് പണം നൽകുമെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഷൈൻ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനുശേഷമാകും ചോദ്യം ചെയ്യലടക്കം കൂടുതൽ നടപടികൾ. ഷൈനിന്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഗൂഗിൾ പേ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു. ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസ് നീക്കം. 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിലുള്ള തുകകൾ വ്യക്തികൾക്ക് കൈമാറിയ ഇടപാടുകളാണ് പോലീസ് സംശയിക്കുന്നത്. ഇത് ഓരോ വ്യക്തികൾക്കായി അയച്ചിട്ടുള്ള പണമാണ്. ഇത് ഏതെങ്കിലും കടകളിലോ മറ്റാവശ്യങ്ങൾക്കോ നൽകിയതല്ലെന്ന സംശയത്തിലാണ് പോലീസ്. അതേസമയം താൻ പലർക്കും പണം കടം കൊടുക്കാറുണ്ടെന്നും അത്തരത്തിൽ കടം കൊടുത്ത പണമാണിതെന്നുമാണ് നടന്റെ വിശദീകരണം. തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ ആരോപിക്കുന്നു. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ ഷൈനിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പ് ചുമത്തിയേക്കും. എന്നാൽ വൈദ്യപരിശോധനയ്ക്ക് സ്വയം തയ്യാറായി എത്തിയതിൽ പോലീസിന് സംശയമുണ്ട്. വൈദ്യപരിശോധനയിൽ ലഹരി കണ്ടെത്താതിരിക്കാനുള്ള മറുമരുന്ന് അഥവാ ആന്റിഡോട്ടുകൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം. അങ്ങനെയെങ്കിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രയാസമായിരിക്കുമെന്ന് പോലീസ് പറയുന്നു. ഷൈനോട് കോലഞ്ചേരിയിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും താൽപര്യം പ്രകടിപ്പിച്ചില്ല. പിതാവുമായി ആലോചിച്ച ശേഷം പറയാമെന്നായിരുന്നു മറുപടി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനെ 5 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് മാതാപിതാക്കളുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. നടനെതിരെ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരവും BNS 238 വകുപ്പ് പ്രകാരവുമാണ് കേസ്. ലഹരി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കും. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു. ദുർബലമായ എഫ്ഐആർ ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈനിന് ലഭിച്ച നിയമോപദേശം. ശരീരസ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷം അനുകൂലമെങ്കിൽ എഫ്ഐആർ റദ്ദാക്കാൻ നിയമ നടപടികൾ തുടങ്ങാനാണ് നീക്കം. News 18 കൊച്ചി.
ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റിലേക്ക് നയിച്ച സംഭവങ്ങളുടെ തുടക്കം സജീറിലാണ്. ആരാണ് സജീർ? എന്താണ് സജീറിനെ പിടികൂടാൻ പോലീസിനാകാത്തത്? കൊച്ചി കേന്ദ്രീകരിച്ച് കുറെ കാലമായി ലഹരി മരുന്ന് ഇടപാടുകൾ നടത്തുന്ന ആളാണെന്നും മാസങ്ങളായി ഇയാളെ നിരീക്ഷിച്ചു വരികയാണെന്നുമാണ് പോലീസ് പറയുന്നത്. മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായ സജീർ സിനിമാക്കാർക്ക് ലഹരി എത്തിക്കുന്ന പ്രധാനിയാണെന്നാണ് സൂചന. സജീറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഷൈൻ ടോം ചാക്കോയിലേക്ക് എത്തിയത്. ഷൈൻ സജീറിന് പണം കൈമാറിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് സജീർ. കൊച്ചി നഗരത്തിലെ പ്രധാന ലഹരിമരുന്ന് ഇടപാടുകാരൻ. ബംഗളൂരു, ഡൽഹി, ഗോവ എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. വല്ലപ്പോഴും മാത്രമേ കേരളത്തിൽ വരാറുള്ളൂ. മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമായ ഇയാളാണ് സിനിമാക്കാർക്ക് ലഹരിമരുന്നെത്തിക്കുന്ന പ്രധാനിയെന്നാണ് വിവരം. പോലീസിന്റെ കയ്യിലും വലിയ വിവരങ്ങൾ സജീറിനെ കുറിച്ചില്ല. കുറച്ചുകാലമായി പോലീസിന്റെ റഡാറിലുള്ള ഇയാളെ തിരഞ്ഞാണ് കഴിഞ്ഞ ബുധനാഴ്ച ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തിയത്. സജീർ കൊച്ചിയിലും സ്വാധീനമുറപ്പിച്ചിട്ടുണ്ടെന്ന വിവരം ഏതാനും മാസം മുൻപാണ് എക്സൈസിനും പോലീസിനും ലഭിക്കുന്നത്. ലഹരിക്കേസിൽ പിടിയിലായവരുടെ മൊഴികളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. തുടർന്ന് സജീറിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം തുടങ്ങി. അതിനിടെയാണ് കൊച്ചിയിലെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നത്. എറണാകുളം നോർത്ത് പാലത്തിനടുത്ത് മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തി. ഡാൻസ് ഓഫ് സംഘം അവിടെ എത്തിയെങ്കിലും സജീറിനെ പിടികൂടാനായില്ല. തുടർന്നാണ് സമീപത്തുള്ള ഹോട്ടലിലെത്തിയത്. രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ 314 നമ്പർ മുറിയിൽ ഷൈൻ ടോം ചാക്കോ താമസിക്കുന്നുണ്ടെന്ന് വ്യക്തമായി. സജീർ ഷൈനിന്റെ മുറിയിലുണ്ടോ എന്നറിയാൻ ഡാൻസ് ഓഫ് സംഘം രാത്രി 10:15 ഷൈനിന്റെ മുറിയുടെ മുന്നിലെത്തി മുട്ടി വിളിച്ചു. എന്നാൽ ഏറെ നേരം മുറി തുറക്കാൻ ഷൈൻ തയ്യാറായില്ല. പിന്നീടാണ് ജനാല വഴി സാഹസിക രക്ഷപ്പെടൽ നടത്തിയത്. തനിക്ക് ശത്രുക്കളുണ്ടെന്നും ഗുണ്ടകളാണെന്ന് കരുതിയെന്നുമാണ് ഇതേപ്പറ്റി ഷൈൻ പോലീസിനോട് പിന്നീട് മൊഴി നൽകിയത്. ഷൈൻ രക്ഷപ്പെട്ടതോടെയാണ് മുറിയിലുണ്ടായിരുന്ന മേക്കപ്പ് മാൻ മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി മുർഷിദ് വാതിൽ തുറന്നത്. മുറി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കൾ കിട്ടിയിരുന്നില്ല. ഷൈനും മുർഷിദും ലഹരി ഉപയോഗിച്ചുവെന്നും ഡാൻസ് ഓഫ് സംഘം വന്നപ്പോൾ തെളിവ് നശിപ്പിക്കാനായി ഷൈൻ ജനാല വഴി ചാടി രക്ഷപ്പെട്ടു എന്നുമാണ് FIR പറയുന്നത്. മുർഷിദിനെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. സജീറും ഷൈനും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും പോലീസ് കണ്ടെത്തിയതായാണ് സൂചന. സജീറിന് പുറമെ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമ സുൽത്താനയെ അറിയാമെന്നും ഷൈൻ സമ്മതിച്ചിട്ടുണ്ട്. സജീറിനായി പോലീസും എക്സൈസും അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നിസ്സാര കാരണങ്ങൾക്ക് പോലും ജീവനൊടുക്കുന്നതിൽ കലാശിക്കുന്ന കാലമാണിത്. തൃശൂർ കൊടശ്ശേരിയിൽ വളർത്തുനായ വീട്ടിൽ കയറിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അയൽവാസിയെ വെട്ടിക്കൊന്നു. കൊടശ്ശേരി മാറാങ്കോട് സ്വദേശി ഷിജു ആണ് കൊല്ലപ്പെട്ടത്. അയൽവാസി 69-കാരൻ അന്തോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവ സമയം ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അരും കൊല. അയൽവാസികളായ ഷിജുവും അന്തോണിയും തമ്മിൽ തർക്കമുണ്ടായെന്നും ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. വീടിന് സമീപത്തെ പറമ്പിൽ വെച്ചാണ് തർക്കമുണ്ടായത്. ഇതിനു പിന്നാലെ അന്തോണി ഷിജുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷിജുവിന് 42 വയസ്സായിരുന്നു. ഷിജുവിന്റെ വളർത്തുനായ അന്തോണിയുടെ വീട്ടിൽ കയറിയതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ഇരുവരും തമ്മിൽ മുമ്പും തർക്കമുണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. സംഭവ സമയത്ത് 2 പേരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതി അന്തോണിക്ക് 69 വയസ്സാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂവെന്ന് വെള്ളിക്കുളങ്ങര പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ.
കോഴിക്കോട് കല്ലാച്ചിയിൽ കാറിന് നേരെ ആക്രമണം. വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയ കാർ യാത്രികരെ മറ്റൊരു വിവാഹ പാർട്ടിക്ക് പോയവരാണ് ആക്രമിച്ചത്. സംഘർഷത്തിൽ 5 മാസം പ്രായമായ കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കുണ്ട്. ജീപ്പും കാറും കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കല്ലാച്ചി ഭാഗത്തു നിന്നും പുളിയാവ് ഭാഗത്തേക്ക് കാറിൽ പോവുകയായിരുന്നു 4 അംഗ കുടുംബം. വിഷ്ണുമംഗലം പാലത്തിന് സമീപം എത്തിയപ്പോൾ എതിർദിശയിൽ സഞ്ചരിച്ച വിവാഹ സംഘത്തിന്റെ ജീപ്പുമായി കൂട്ടിയിടിച്ചു. തുടർന്ന് ജീപ്പിൽ സഞ്ചരിച്ച ചെക്കാട് സ്വദേശികളായ 6 പേർ കാർ യാത്രക്കാരോട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആക്രമിക്കുകയുമായിരുന്നു. കാറിന്റെ ഗ്ലാസ് ഇരുമ്പുവടി കൊണ്ട് അടിച്ചു തകർത്ത സംഘം യാത്രക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. 5 മാസം പ്രായമായ കുഞ്ഞിനും അമ്മയ്ക്കും ഉൾപ്പെടെ പരിക്കേറ്റു. പരിക്കേറ്റവർ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കാർ യാത്രികരുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് അക്രമി സംഘത്തിൽ ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അക്രമ സംഭവത്തിന് പിന്നാലെ സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടായിരുന്നു. മർദ്ദനമേറ്റവരുടെ കൂടെ മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്നവർ ആക്രമിച്ചവരെ പിന്തുടർന്ന് തിരിച്ചാക്രമിച്ചുവെന്നും പറയുന്നുണ്ട്. പോലീസ് എത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കാസർകോട് കാഞ്ഞിരത്തുംകാലിൽ ലഹരിക്കടിമയായ യുവാക്കളുടെ ആക്രമണത്തിൽ സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെ 2 പേർക്ക് വെട്ടേറ്റു. സഹോദരങ്ങളായ ജിഷ്ണു, വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ബേഡകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരത്തുങ്കാൽ പുറത്തിക്കുണ്ടിലാണ് ലഹരിക്കടിമയായ സഹോദരങ്ങളുടെ ആക്രമണം. അധ്യാപക ദമ്പതിമാരുടെ വീട്ടിലെത്തി ജിഷ്ണുവും വിഷ്ണുവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് നാട്ടുകാർ ഇവിടെ എത്തിയത്. അധ്യാപക ദമ്പതികൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ തടയുന്നതിനിടെയാണ് പ്രദേശവാസിയായ സരീഷിന് വെട്ടേറ്റത്. വിവരമറിഞ്ഞെത്തിയ പോലീസിനെയും ഇവർ ആക്രമിച്ചു. 2 കൈയിലും കത്തി കെട്ടിവെച്ച് ഭീതി പടർത്തിയായിരുന്നു ആക്രമണം. പോലീസിനോ നാട്ടുകാർക്കോ ഇവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് നിന്നും ഇവിടെ എത്തിയ ഇവർ റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു. പ്രതികൾക്കെതിരെ ബേഡകം പോലീസ് വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. കൃത്യത്തിന് ഉപയോഗിച്ച വാൾ സമീപത്തെ സ്കൂൾ പരിസരത്തു നിന്നും കണ്ടെത്തി. ന്യൂസ് 18 കാസർഗോഡ്. പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂരിൽ വീടിന് തീപിടിച്ച യുവാവ് വെന്തു മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ശനിയാഴ്ച രാത്രിയാണ് ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ സോമന്റെയും വനജയുടെയും മകൻ മനോജ് മരിച്ചത്. വീടിന് തീയിട്ടത് മരിച്ച മനോജാണോ അതോ മനോജിന്റെ അമ്മ വനജയാണോ എന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. രാത്രി 8:30-ക്കാണ് ഇളകൊള്ളൂർ ലക്ഷം വീട്ടിൽ വനജയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. ആ സമയം നാട്ടുകാരെത്തി വീട്ടിൽ നിന്ന് വനജയെയും സോമനെയും രക്ഷപ്പെടുത്തിയിരുന്നു. തീ പടർന്നപ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലെന്നാണ് വനജ ആദ്യം നാട്ടുകാരോട് പറഞ്ഞത്. എന്നാൽ
അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴാണ് മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ച മനോജിന്റെ മുറിയിൽ നിന്നാണ് ആദ്യം തീ കണ്ടതെന്ന് വനജ പിന്നീട് മൊഴി നൽകി. വനജ ഈ സമയം മദ്യലഹരിയിൽ ആയിരുന്നുവെന്നും കുടുംബകലഹം പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എന്നും ഉണ്ട് വെള്ളമടിയാ. അവർ ശബരിമല പോയി കച്ചവടത്തിന് പോയിച്ച് വന്നു കഴിഞ്ഞ് കൊണ്ടുവരുക, തന്തയും മക്കളും എല്ലാം കൂടെ അടിച്ചും വെച്ച് പിന്നെ തെറി പറച്ചിലും എല്ലാം. ശബരിമല ജോലിക്കൊക്കെ പോകുന്ന അച്ഛനായിരുന്നു ആദ്യം പോകുന്നത്, ഇപ്പം മോനെ പോകും. സ്ഥിരം ഇവര് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ അയൽവക്കക്കാരെ നോക്കുന്നു. 8 വർഷം മുമ്പാണ് വീട്ടിൽ വനജയും ഭർത്താവ് സോമനും മകൻ മനോജും താമസമാക്കിയത്. വനജയുടെ സഹോദരൻ പ്രസാദിന്റേതാണ് കത്തിയ വീട്. 25 വർഷം മുമ്പ് പ്രസാദിന്റെ ഭാര്യ രമ ഈ വീട്ടിൽ വെച്ച് തീ കൊളുത്തിയ ശേഷം കിണറ്റിൽ ചാടി മരിച്ചിരുന്നു. ഭാര്യയുടെ മരണത്തോടെ വീട് വിട്ടുപോയ പ്രസാദ് 5 വർഷം മുമ്പ് തൂങ്ങി മരിക്കുകയും ചെയ്തു. ശബരിമലയിൽ ഹോട്ടൽ ജോലിക്കാരനായ മനോജ് കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മനോജിന്റെ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 പത്തനംതിട്ട. താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രതി ചേർക്കില്ല. കേസിൽ മുതിർന്നവർ ഉൾപ്പെട്ടതായി തെളിവുകളില്ലെന്ന് പോലീസ് അറിയിച്ചു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ സ്ഥലത്ത് മുതിർന്നവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം. നെഞ്ചക്കടക്കമുള്ള ആയുധങ്ങൾ നൽകിയത് കുറ്റാരോപിതനായ കുട്ടിയുടെ പിതാവാണെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കൊലപാതകത്തിൽ മുതിർന്നവരുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. മെയ് 2-ാം വാരം കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് നീങ്ങുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഈ പരിഗണന ലഭിക്കാതിരിക്കുന്നതിനാണ് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ നീക്കം നടക്കുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും ജില്ലാ കോടതിയും തള്ളിയിരുന്നു. സംഘർഷത്തിൽ ഉൾപ്പെട്ട കുട്ടികൾ, ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവരുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളും കേസിൽ നിർണായകമാണ്. കൊലപാതകത്തിന് മുമ്പും പിമ്പും കുറ്റാരോപിതരായ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയ കൊലവിളിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളുടെ ആധികാരികത, അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ഇൻസ്റ്റഗ്രാമിന്റെ മാതൃസ്ഥാപനമായ മെറ്റയിൽ നിന്നും ഇനി ലഭിച്ചിട്ടില്ല. ഇവ കൂടി ലഭിച്ചാൽ ഡിജിറ്റൽ തെളിവ് ശേഖരണം പൂർത്തിയാക്കാനാവുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വൈകാതെ ഇവ ലഭ്യമാകുമെന്നാണ് കണക്കൂട്ടൽ. ഫെബ്രുവരി 27-നാണ് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിനടുത്ത് നടന്ന സംഘർഷത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന് ഗുരുതരമായി പരിക്കേറ്റത്. മാർച്ച് 1-ന് ഷഹബാസ് മരിച്ചു. കേസിൽ പ്രതികളായ 6 വിദ്യാർത്ഥികൾ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത വധക്കേസിൽ അന്തിമ വിധി പറയാൻ മണിക്കൂറുകൾ ശേഷിക്കെ പ്രതിക്ക് ഏതു തരത്തിലുള്ള ശിക്ഷയാകും ലഭിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് സമൂഹം. സ്വർണ്ണാഭരണത്തിന് വേണ്ടി വിനീതയെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തമിഴ്നാട് സ്വദേശിയായ പ്രതി രാജേന്ദ്രൻ നേരത്തെയും 3 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊലപാതകങ്ങളെല്ലാം. കേരള പോലീസ് സമർത്ഥമായ നീക്കത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊലപാതക ദിവസം രാജേന്ദ്രൻ നടത്തിയ നീക്കങ്ങൾ വേഗത്തിൽ കണ്ടെത്താനായതാണ് പോലീസിന് നേട്ടമായത്. 2022 ഫെബ്രുവരി 2 ഞായർ രാവിലെ 10:20 പ്രതി രാജേന്ദ്രൻ താൻ ജോലി ചെയ്യുന്ന പേരൂർക്കടയിലെ ടീ സ്റ്റാളിലെത്തി പ്രഭാത ഭക്ഷണം കഴിച്ചു.
തൊട്ടടുത്തുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു. 11:29 രാജേന്ദ്രൻ കറുത്ത പാന്റും വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും ധരിച്ച് മുഖത്ത് കറുത്ത മാസ്കും തലയിൽ കെട്ടുമായി അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്നും മുട്ടട കുറവൻകോണം ഭാഗത്തേക്കുള്ള റോഡിലേക്ക് നടക്കുന്നു. 11:32 കുറവൻകോണം മുട്ടട റോഡുകൾ രണ്ടായി തിരിയുന്ന സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി കൊല നടന്ന ടാപ്സ് അഗ്രി ക്ലിനിക് അലങ്കാര ചെടി വിൽപ്പന സ്ഥിതി ചെയ്യുന്ന കുറവൻകോണം ഭാഗത്തേക്ക് പോകുന്നു. 11:33 കൃത്യസ്ഥലമായ അലങ്കാര ചെടി വിൽപ്പനശാലയുടെ സമീപത്തുള്ള ചൈതന്യ വീടിന് മുന്നിലൂടെ നടന്ന് കൃത്യസ്ഥലത്ത് പ്രവേശിച്ച് കൊലപാതകം നടത്തിയ ശേഷം കവർന്നെടുത്ത സ്വർണമാലയുമായി 11:52 ചൈതന്യ വീടിന് മുന്നിലൂടെ മടങ്ങിപ്പോകുന്നു. അക്രമം തടയാനുള്ള വിനീതയുടെ ശ്രമത്തിനിടയിൽ രാജേന്ദ്രന്റെ വലത് കൈക്ക് പരിക്കേറ്റിരുന്നു. 11:54 രക്തം പുരണ്ട ഷർട്ടുമായി രാജേന്ദ്രൻ വീണ്ടും സാന്ത്വനം ആശുപത്രി ജംഗ്ഷനിലെത്തി ഓട്ടോറിക്ഷ കൈകാണിച്ച് കയറി മുട്ടട റോഡിലെ കോർപ്പറേഷൻ വക അലപ്പുറം കുളത്തിന് സമീപമിറങ്ങി രക്തം പുരണ്ട ഷർട്ട് കുളത്തിൽ ഉപേക്ഷിച്ച് ഷർട്ടിനടിയിലുണ്ടായിരുന്ന ടീഷർട്ടും ധരിച്ച് മുട്ടട പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപമെത്തുന്നു. 12:06 ഹെൽത്ത് സെന്ററിന് സമീപത്തു നിന്ന് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ കൈകാണിച്ച് ഇദ്ദേഹത്തോടൊപ്പം സ്കൂട്ടറിന്റെ പിറകിലിരുന്ന് പരുത്തിപ്പാറ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. 12:11 പരുത്തിപ്പാറ വഴി കേശവദാസപുരത്തേക്കും 12:13 കേശവദാസപുരം ഉള്ളൂർ റോഡിലൂടെ ഇതേ സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഉള്ളൂർ ജംഗ്ഷനിലിറങ്ങി അവിടെ നിന്ന് മറ്റൊരു ഓട്ടോയിൽ കയറി വീണ്ടും കേശവദാസപുരം ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു. 12:18 രാജേന്ദ്രനെയും കൊണ്ട് ഓട്ടോറിക്ഷ കേശവദാസപുരത്തെ ഭാരത് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ നിറച്ച ശേഷം 12:38 രാജേന്ദ്രന്റെ താമസ സ്ഥലമായ പേരൂർക്കട ജില്ലാ ആശുപത്രിക്ക് മുൻവശമിറക്കുന്നു. രാത്രി 7:40 കൊലപാതക സമയത്ത് കൈയിലേറ്റ മുറിവിന് ചികിത്സ തേടി പേരൂർക്കട ജില്ലാ ആശുപത്രിയിലെത്തുന്നു. പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി 3 രാവിലെ 8 സ്വദേശമായ തമിഴ്നാട്ടിലെ കാവൽ കിണറിലേക്ക് കടക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് 5 ഗ്രാമത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വിനീതയുടെ സ്വർണമാല 95,000 രൂപയ്ക്ക് പണയം വയ്ക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് കാവൽ കിണറിലുള്ള ഇന്ത്യൻ ബാങ്കിന്റെ പെരുങ്കുഴി ബ്രാഞ്ചിലെത്തി ഓൺലൈൻ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് 32,000 രൂപ നിക്ഷേപിക്കുന്നു. 2022 ഫെബ്രുവരി 11 രാവിലെ 10 മണിക്ക് കാവൽ കിണറിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് രാജേന്ദ്രനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെ ഒരിക്കൽ കൂടി രാജേന്ദ്രൻ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയിരുന്നു. പേരൂർക്കടയിലെ ഹോട്ടലിൽ അവശേഷിച്ച തന്റെ മറ്റു വസ്തുക്കൾ എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യാത്ര. ഈ വരവിന് വേണ്ടി കാണിച്ച അമിത ആത്മവിശ്വാസമാണ് പ്രതിയെ വേഗത്തിൽ വലയിലാക്കിയത്. കാലിൽ മുടന്തുള്ളയാളാണെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായതും പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. 10ാം ക്ലാസ്സുകാരിയെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ശല്യം ചെയ്യുകയും ചെയ്ത യുവാക്കൾ തിരുവനന്തപുരം വെള്ളറട പോലീസിന്റെ പിടിയിൽ. കുന്നത്തുകാൽ മൂവേര സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന സജിൻ, കോട്ടുകോണം സ്വദേശി അനന്തു എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥിനിയുമായി മുൻപ് സൗഹൃദത്തിലായിരുന്ന +1 വിദ്യാർത്ഥിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പെൺകുട്ടി പ്രണയം നിരസിച്ചതിന് ഈ വിദ്യാർത്ഥിയാണ് ഫോൺ നമ്പർ അനന്തുവിന് കൈമാറിയതെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതിന് പകരമായി മദ്യവും ഭക്ഷണവും വാഗ്ദാനം ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് നിരന്തരമായി ശല്യം ചെയ്തതിനാണ് കുന്നത്തുകാൽ മൂവേര സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന സജിൻ, നാറാണി കോട്ടുകോണം സ്വദേശി അനന്തു എന്നിവരെ വെള്ളറട പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയും +1 വിദ്യാർത്ഥിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് പെൺകുട്ടി ഇതിൽ നിന്ന് പിന്മാറി. ഈ വൈരാഗ്യം തീർക്കാൻ +1 വിദ്യാർത്ഥി സുഹൃത്തായ അനന്തുവിന് പെൺകുട്ടിയുടെ ഫോൺ നമ്പർ കൈമാറുകയും പെൺകുട്ടിയെ ശല്യം ചെയ്യണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു. അനന്തുവാണ് നമ്പർ സുഹൃത്തായ സജിന് കൈമാറിയത്. ഇയാൾ നിരന്തരം പെൺകുട്ടിയുടെ ഫോണിൽ വിളിച്ച അനാവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി. സഹികെട്ട പെൺകുട്ടി രക്ഷിതാക്കളുടെ വിവരം പറയുകയായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ വെള്ളറട പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. +1 വിദ്യാർത്ഥിനിയായ സുഹൃത്താണ് തനിക്ക് ഫോൺ നമ്പർ തന്നതെന്നും പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്താൽ ഒരു ദിവസം മുഴുവൻ കുടിക്കാനുള്ള മദ്യവും
ഭക്ഷണവും പകരം വാഗ്ദാനം ചെയ്തിരുന്നതായും അനന്തു പോലീസിനോട് പറഞ്ഞു. +1 വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ സജിനെയും അനന്തുവിനെയും റിമാൻഡ് ചെയ്തു. മാരായമുട്ടത്ത് സ്ത്രീയെ ശല്യം ചെയ്ത കേസിൽ പ്രതിയായിരുന്നു പിടിയിലായ സജിൻ. അനന്തുവിന്റെ പക്കൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മലപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മകനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ 3 പോലീസുകാർക്കെതിരെ നടപടി. പെരുമ്പടവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാൻ സോമൻ, സിവിൽ പോലീസ് ഓഫീസർ യു ഉമേഷ് എന്നിവരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ജെ ജോജോയെ കോട്ടക്കലിലേക്ക് സ്ഥലം മാറ്റി. ഏപ്രിൽ 2-ന് എരമംഗലം പുഴക്കര ഉത്സവത്തിനിടെയായിരുന്നു മർദ്ദനം. എരമംഗലത്ത് ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിനിടെ CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെയും മകനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും മർദ്ദിച്ചെന്ന പരാതിയിലാണ് പോലീസുകാർക്കെതിരെ നടപടി. പെരുമ്പടവ് സ്റ്റേഷനിലെ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സ്ഥലം മാറ്റുകയും ചെയ്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സാൻ സോമൻ, സിവിൽ പോലീസ് ഓഫീസർ യു ഉമേഷ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സിവിൽ പോലീസ് ഓഫീസർ ജെ ജോജോയെ കോട്ടക്കലിലേക്ക് സ്ഥലം മാറ്റി. ഏപ്രിൽ 2-നായിരുന്നു ഉത്സവത്തിനിടെ സംഘർഷമുണ്ടായത്. ഇതിനിടെ CPM പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗം സുരേഷ് കാക്കാനത്തിന്റെ മകൻ അഭിരാമിന്റെ പല്ല് അടിച്ചു പൊട്ടിക്കുകയും കൂടെയുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തെന്നാണ് ആരോപണം. തുടർന്ന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉത്സവ സ്ഥലത്ത് മർദ്ദിച്ച ശേഷം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പെരുമ്പടവ് പഞ്ചായത്തിന്റെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയി വീണ്ടും ക്രൂരമായി മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു പോയ രക്ഷിതാക്കളെ മർദ്ദിച്ചതായും CPM പ്രവർത്തകർ ആരോപിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ അന്വേഷണം നടത്തി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. ന്യൂസ് 18 പൊന്നാനി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസിനെ വെട്ടിച്ചു കടന്ന റിമാൻഡ് പ്രതി പിടിയിൽ. വിഴിഞ്ഞത്ത് മോഷണക്കേസിൽ പിടിയിലായ താജുദ്ദീനാണ് നെയ്യാറ്റിൻകര സബ് ജയിലിൽ എത്തിക്കുമ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞത്. മണിക്കൂറുകൾക്ക് ശേഷം സമീപത്തെ ക്ഷേത്രവളപ്പിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വിഴിഞ്ഞം ടൗൺഷിപ്പിലെ ആളില്ലാത്ത വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്ത റംസാൻകുളം വീട്ടുവിളാകം സ്വദേശി താജുദ്ദീൻ ശനിയാഴ്ച രാത്രിയാണ് ഓടി രക്ഷപ്പെട്ടത്. താജുദ്ദീനൊപ്പം മോഷണം നടത്തിയ അനുജൻ നജ്മുദ്ദീൻ, സുഹൃത്ത് ഹാഷിം എന്നിവർ നെയ്യാറ്റിൻകര ജയിലിൽ റിമാൻഡിലാണ്. കേസിലെ 3-ാം പ്രതിയായ താജുദ്ദീനെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ കേസിൽ പ്രതിയായ വൈശാഖിനെയും മോഷണക്കേസിൽ പ്രതിയായ താജുദ്ദീനെയും ഒരുമിച്ചായിരുന്നു വിലങ്ങിട്ടിരുന്നത്. വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി നിഷ എന്ന യുവതിയെയും ഇവർക്കൊപ്പം റിമാൻഡ് ചെയ്യുന്നതിനായി എത്തിച്ചിരുന്നു. 3 പ്രതികളെയും മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് റിമാൻഡ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം ജീപ്പിൽ കയറ്റി SIയും സംഘവും നെയ്യാറ്റിൻകര സബ് ജയിലിന്റെ മുന്നിലെത്തി. തുടർന്ന് പ്രതികളെ പുറത്തിറക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വൈശാഖിന്റെ കയ്യിൽ പിടിച്ച ശേഷം താജുദ്ദീൻ വിലങ്ങൂരിയെടുത്ത് ജയിലിന് മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്.
പ്രതി ഓടി രക്ഷപ്പെടുന്നത് കണ്ട പോലീസ് സംഘം പുറകെ ഓടിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസിനെയും വിഴിഞ്ഞം SHO R പ്രകാശിനെയും വിവരം അറിയിച്ചു. വിഴിഞ്ഞം സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരെയും വിളിച്ചു വരുത്തി പ്രതിക്കായി നെയ്യാറ്റിൻകര ജയിലിന് സമീപത്തും ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സ്ഥലങ്ങളിലും രാത്രി വൈകിയും തെരച്ചിൽ നടത്തി. പുലർച്ചെ 1:30 ജയിലിന് സമീപത്തെ വീരചക്രം മഹാവിഷ്ണു ക്ഷേത്ര വളപ്പിൽ നിന്ന് പ്രതിയെ പിടികൂടി. കസ്റ്റഡിയിൽ നിന്ന് ചാടിയതിന് ഇയാൾക്കെതിരെ നെയ്യാറ്റിൻകര പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോഴിക്കോട് നരിക്കുനിയിൽ ചെരുപ്പ് കടയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയ കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മൂസിന്റെ വീട്ടിലും വൻ പാൻ മസാല ശേഖരം. ഇയാളുടെ വീട്ടിൽ നിന്നും 11,000 പാക്കറ്റ് നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തി. ശനിയാഴ്ച മൂസിന്റെ ചെരുപ്പ് കടയിൽ നിന്ന് 890 പാക്കറ്റ് ഹാൻഡ്സ് പിടികൂടിയിരുന്നു. കർണാടകയിൽ നിന്നും ലോറിയിലെത്തിക്കുന്ന ലഹരി വസ്തുക്കൾ ജില്ലയിലെ വൻകിട ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്നത് മുഹമ്മദ് മൂസിനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധിയിലെ നർക്കോട്ടിക് ഹോട്ട്സ്പോട്ടുകളിൽ കൊടുവള്ളി പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനയും നടത്തി. കൊടുവള്ളി മടവൂർമുക്ക് സ്വദേശി മുഹമ്മദ് മൂസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 9,750 പാക്കറ്റ് ഹാൻസ്, 1,250 പാക്കറ്റ് കൂള്ളിപ്പ് എന്നിവ കണ്ടെടുത്തത്. പിടികൂടിയ ഉൽപ്പന്നങ്ങൾക്ക് 6 ലക്ഷത്തിലധികം രൂപ വില വരും. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു പരിശോധന. നരിക്കുനിയിലെ മുഹമ്മദ് മൂസിന്റെ ചെരുപ്പ് കടയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പോലീസ് നടത്തിയ പരിശോധനയിൽ 890 ഹാൻസ് പിടികൂടിയിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വീട്ടിൽ പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതായുള്ള വിവരം ലഭിച്ചത്. നരിക്കുനിയിൽ ചെരുപ്പ് കടയുടെ മറവിലായിരുന്നു ഇയാൾ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയിരുന്നത്. 3 മാസം മുൻപാണ് ഇവിടെ ചിക്കാഗോ ഫുഡ്വെയർ ആൻഡ് ബാഗ്സ് എന്ന സ്ഥാപനം മൂസിന് ആരംഭിച്ചത്. കർണാടകയിൽ നിന്നും ലോറിക്കാർ മുഖേന എത്തിച്ചിരുന്ന പാൻ മസാല കോഴിക്കോട് ജില്ലയിലെ മൊത്ത വിൽപ്പനക്കാർക്കടക്കം ഇയാളാണ് വിതരണം ചെയ്തിരുന്നത്. മുൻപ് കുന്നമംഗലം പോലീസ് ആരാമ്പുറത്തുള്ള മൂസിന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഹാൻസ് പിടികൂടിയിരുന്നു. അതേസമയം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കൊടുവള്ളി സ്റ്റേഷൻ പരിധിയിലെ നാർക്കോട്ടിക് ഹോട്ട്സ്പോട്ടുകളിൽ പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി. ടൗൺ, നെടുമല, ഓമശ്ശേരി ടൗൺ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കുന്നിൻ പ്രദേശങ്ങൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ആളൊഴിഞ്ഞ കെട്ടിടങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് കൊടുവള്ളി SHO അഭിലാഷ് KP പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുവള്ളി പോലീസ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഡ്രഗ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമുക്ക് കിട്ടിയ പല ഇൻഫർമേഷൻസിലും നമ്മൾ എത്താത്ത അല്ലെങ്കിൽ നമ്മളുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ ചേക്കേറുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് വന്നിരിക്കുന്നത്. ഒരു സക്സസ് ആണ്. കാരണം പല നമുക്ക് പോലും നമ്മുടെ കണ്ണിന് പോലും റീച്ച് ചെയ്യാൻ പറ്റാത്ത മേഖലകളിൽ നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ മുന്നോട്ടുള്ള സാധ്യതകൾ വീണ്ടും പരിശോധിക്കുന്നതാണ്. ന്യൂസ് 18 മുക്കം. മലപ്പുറം വളാഞ്ചേരിയിൽ MDMA പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കേസിലെ 3ാം പ്രതി കൊളത്തൂർ മംഗലം വീട്ടിൽ മുഹമ്മദ് ജാബിറിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ബംഗളൂരുവിൽ യൂബർ ഡ്രൈവറാണ്. മാർച്ച് 24-ന് വളാഞ്ചേരിയിലെ സ്വാഗത് ബാറിന് സമീപത്തു നിന്നാണ് ലഹരി സംഘത്തെ വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. ടാക്സി ഡ്രൈവറായ മൂർക്കനാട് പിശാരത്ത് പറമ്പിൽ ഫഹദ്, തിരുവേഗപ്പുറ പണിക്ക വീട്ടിൽ ഫാസിൽ എന്നിവരെയാണ് വളാഞ്ചേരി പോലീസ് നേരത്തെ പിടികൂടിയിരുന്നത്. ഇവരിൽ നിന്നും 27 ഗ്രാം MDMA പിടിച്ചിരുന്നു. പിടിയിലായ ഫഹദ് MDMA വാങ്ങാൻ എത്തിയതാണെന്ന് പോലീസ് പറയുന്നു. കേസിലെ പ്രതികൾക്ക് ബംഗളൂരുവിൽ നിന്നും MDMA എത്തിച്ചു നൽകിയിരുന്നത് മുഹമ്മദ് ജാബിറാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ബംഗളൂരുവിൽ ഊബർ ഡ്രൈവറായ പ്രതിയെ കൊളത്തൂരിലെ വസതിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട്, തിരുവേഗപ്പുറ, പട്ടാമ്പി, പുറമണ്ണൂർ, കൊടുമുടി എന്നിവിടങ്ങളിൽ കോളേജ് വിദ്യാർത്ഥികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിവർക്ക് വിതരണം ചെയ്യാൻ ജാബിർ ലഹരി മരുന്ന് എത്തിച്ചിരുന്നു.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതിയുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചു വരികയാണ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉള്ളതിനാൽ അന്വേഷണം ബംഗളൂരുവിലേക്ക് നീളുമെന്നും കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും SHO ബഷീർ സി ചിറക്കൽ പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. ഇടപാടുകാരനെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി ആവശ്യപ്പെട്ട ബാങ്ക് ഓഡിറ്റർ വിജിലൻസിന്റെ പിടിയിൽ. മാവേലിക്കര കാനറ ബാങ്ക് കൺകറന്റ് ഓഡിറ്ററായ കാട്ടാക്കട സ്വദേശി സുധാകരനാണ് പിടിയിലായത്. 6 ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ബാങ്കിലെ ലോൺ ഇടപാടുകൾക്ക് സമർപ്പിച്ച രേഖകളിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് ബാങ്കിലെ കൺകറന്റ് ഓഡിറ്ററായ സുധാകരൻ ചൂണ്ടിക്കാട്ടിയത്. ഇത് ഗുരുതര പ്രശ്നമാണെന്നും അക്കൗണ്ട് കിട്ടാക്കടം കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമെന്നും സുധാകരൻ ഭീഷണിപ്പെടുത്തി. തുടർന്ന് രേഖകൾ ശരിയാക്കാൻ 6 ലക്ഷം രൂപ കൈമാറണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചത്. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പണം കൈമാറുമ്പോഴാണ് സുധാകരൻ പിടിയിലായത്. കനറ ബാങ്കിന്റെ മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറന്റ് ഓഡിറ്ററായിട്ടുള്ള സുധാകരൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഞങ്ങൾ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ശരിയല്ല, ആ ലോണിന് പ്രശ്നമുണ്ടാക്കും, NPA ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലി തരണം എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു. 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടത്. മുമ്പും സുധാകരൻ നിരവധി ഇടപാടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പേരുടെ പരാതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 കൊച്ചി. പാറശാലയിൽ നിന്നുള്ളൊരു ഞെട്ടിക്കുന്ന വാർത്തയാണിനി. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി രഹസ്യമായി ഫോണിൽ പകർത്തിയ താൽക്കാലിക ജീവനക്കാരന് സസ്പെൻഷൻ. പാറശാല താലൂക്ക് ആശുപത്രിയിലെ ടെക്നീഷ്യൻ അരുണിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അതേസമയം വീഡിയോ കോൾ ചെയ്യുകയായിരുന്നുവെന്നാണ് ഇയാളുടെ വിശദീകരണം. ഓപ്പറേഷൻ തിയേറ്ററിൽ നടന്ന സർജറി താൽക്കാലിക ജീവനക്കാരനായ അരുൺ മൊബൈലിൽ പകർത്തുന്നത് ഡ്യൂട്ടി ഡോക്ടറുടെയും മറ്റ് ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. വിവരം സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 30 ദിവസത്തേക്ക് അനസ്തീഷ്യ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തത്. ഇതിനു മുമ്പും ഇയാളെ സമാന കുറ്റത്തിന് ശിക്ഷിച്ചിരുന്നു. ആശുപത്രി വികസന സമിതി മുഖേനയാണ് അരുണിനെ നിയമനം ലഭിച്ചത്. ആശുപത്രിയിലുണ്ട് എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വീഡിയോ കോൾ ചെയ്തതെന്നാണ് അരുൺ അധികൃതർക്ക് നൽകിയ വിശദീകരണം. അതേസമയം ഗുരുതരമായ കുറ്റകൃത്യം കൈയോടെ പിടികൂടിയിട്ടും താൽക്കാലിക ജീവനക്കാരൻ മാത്രമായ ഇയാളെ വീണ്ടും ഇത്തരത്തിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഭാഗമെന്നാണ് ആരോപണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. അനധികൃത സ്വത്ത് സമ്പാദനമടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്നയാളാണ് ADGP MR അജിത് കുമാർ. അജിത് കുമാറിന് വീണ്ടും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതി മെഡലിന് ശുപാർശ നൽകി DGP. 6ാം തവണയാണ് അജിത് കുമാറിന് വിശിഷ്ട സേവനത്തിനുള്ള ശുപാർശ നൽകുന്നത്. മുമ്പ് 5 തവണയും മെഡലിനായി നൽകിയ ശുപാർശ കത്ത് കേന്ദ്രം തള്ളുകയായിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അജിത് കുമാറിനെതിരായ സാഹചര്യത്തിലായിരുന്നു ശുപാർശകൾ തള്ളിയത്. സംസ്ഥാന പോലീസ് മേധാവിയാകാൻ കേന്ദ്രത്തിന് കൈമാറിയ 6 പേരുടെ പട്ടികയിൽ
MR അജിത് കുമാറും ഉൾപ്പെട്ടിട്ടുണ്ട്. പട്ടികയ്ക്ക് പിന്നാലെയാണ് അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ മെഡലിനായി DGP ശുപാർശ ചെയ്തത്. ശുപാർശ നൽകുന്നതിന് മുന്നോടിയായി അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് അന്വേഷണം വേഗത്തിലാക്കി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. എന്നാൽ ഇതേ കേസ് സംബന്ധിച്ച് കോടതിയിൽ വിജിലൻസ് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിട്ടുമില്ല. അതായത് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചാലും അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള ചെറിയ ഒരു സാധ്യത പോലും പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഇടതു സർക്കാരിനൊപ്പം നിന്ന ടോമിൻ ജെ തച്ചങ്കരിക്കും സംസ്ഥാന പോലീസ് മേധാവിയാകാൻ കഴിഞ്ഞിരുന്നില്ല. അന്നും വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതാണ് തച്ചങ്കരിയുടെ സാധ്യത ഇല്ലാതാക്കിയത്. ഒപ്പം നിർത്തുകയും പിന്നീട് തള്ളിക്കളയുകയും ചെയ്യുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നുവെന്ന സംശയമാണ് ബലപ്പെടുന്നത്. അജിത് കുമാർ DGP റാങ്കിലേക്ക് 2 മാസത്തിനുള്ളിൽ എത്തിയേക്കും. സംസ്ഥാന പോലീസ് മേധാവിയാകാൻ സീനിയോറിറ്റി പ്രകാരം സാധ്യതയുള്ളത് യഥാക്രമം നിതിൻ അഗർവാൾ, രവട ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ്. സുരേഷ് രാജ് പുരോഹിത്, മനോജ് എബ്രഹാം എന്നിവരും സംസ്ഥാനം അയച്ച പട്ടികയിലുണ്ട്. സെൻകുമാറിന് ശേഷം മലയാളികളാരും പോലീസ് മേധാവിയായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടക മുൻ DGP ഓം പ്രകാശ് കൊല്ലപ്പെട്ട നിലയിൽ. ബംഗളൂരുവിലെ വസതിയിൽ രക്തം വാർന്നൊഴുകിയ നിലയിലാണ് 68-കാരനായ ഓം പ്രകാശിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യ പല്ലവിയാണ് ഓം പ്രകാശിനെ കൊന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പല്ലവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെയും മകളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കർണാടക മുൻ പോലീസ് മേധാവി ഓം പ്രകാശിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബംഗളൂരു HSR ലേഔട്ടിലെ വീട്ടിൽ ചോര വാർന്ന് വീണ് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഭാര്യയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. ഞായറാഴ്ച ഉച്ചയോടെയാണ് ഓം പ്രകാശിനെ വീട്ടിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ പല്ലവിയാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തുമ്പോൾ ഭാര്യയും മകളും വീടിന്റെ സ്വീകരണ മുറിയിലുണ്ടായിരുന്നു. പോലീസ് ആവശ്യപ്പെട്ടിട്ടും ഇവർ ആദ്യം വാതിൽ തുറക്കാൻ തയ്യാറായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന സംശയം പോലീസിനുണ്ടായത്. HSR ലേഔട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാച്ച് IPS ഓഫീസറാണ് ഓം പ്രകാശ്. 2015 മാർച്ചിലാണ് ഓം പ്രകാശ് കർണാടക DGP-ആയി ചുമതലയേറ്റത്. ബീഹാർ സ്വദേശിയാണ് 68-കാരനായ ഓം പ്രകാശ്. 2015 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ന്യൂസ് 18 ബാംഗ്ലൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് കുലുക്കലൂർ സ്വദേശികളായ മുഹമ്മദ് മുസ്തഫ, നൂർ മുഹമ്മദ് എന്നിവർ. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA-യുമായി 2 പേർ മണ്ണാർക്കാട് പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി മുസ്തഫ, പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷനൂബ് എന്നിവരാണ് പിടിയിലായത്. അങ്കമാലിയിൽ 9.5 കിലോ കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ 2 പേർ പോലീസ് പിടിയിൽ. പിടിയിലായത് ഒഡീഷ സ്വദേശികളായ റിങ്കു ദിഗൽ, ശാലിനി എന്നിവർ. ജോലി കഴിഞ്ഞ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങവേ ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശിയായ ട്രാൻസ്ജെൻഡറിന് മർദ്ദനം. ഇവരുടെ പരാതിയിൽ അരൂക്കുറ്റി സ്വദേശി അക്ഷയ്ക്കെതിരെ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തു. അരൂക്കുറ്റി കളരിക്കൽ ജംഗ്ഷന് സമീപം ബൈക്ക് നിർത്തി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മർദ്ദിച്ചത്. നിന്നെപ്പോലുള്ളവരെ കണ്ടാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നും വെട്ടിക്കൊല്ലുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. ട്രാൻസ്ജെൻഡറുകളോട് സമൂഹത്തിനുള്ള മനോഭാവം പാടെ മാറിയിട്ടും ഇയാളെപ്പോലെ ചിലർ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയാണ് ആവശ്യം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.